ഡെസ്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് പരിചയപ്പെട്ടു തുടങ്ങിയത്. ഇന്നും അത് തന്നെയാണ് നമ്മൾ നോക്കുന്നു. ആർട്ടിക്കിൾസിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ഇവയുടെ പ്രയോഗത്തെ കുറിച്ചാണ് ഇന്നലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇന്ന് മറ്റൊരു കാര്യം കൂടെ നോക്കുന്നു. എവിടെയൊക്കെയാണ് നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നോക്കൂ, യൂറോപ്യൻ യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, യൂണിയൻ, വൺ, യുണീക്ക, യൂട്ടോപ്പിയ തുടങ്ങിയ കുറച്ച് വേർഡ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. എന്താണ് ഈ വേർഡ്സിന്റെ പ്രത്യേകത? ഇവിടെ എല്ലായിടത്തും നമ്മൾ ഇന്നലെ കേട്ടതുപോലെ വവൽ ലെറ്റേഴ്സിലാണ് ഈ വാക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. വവൽ ലെറ്റേഴ്സ്. ദ യൂറോപ്യൻ ഇ, ഇവിടെ യൂണിറ്റ് യു, യൂണിവേഴ്സിറ്റി യു, യൂണിയൻ യു, വൺ ഓ, യുണീക്ക് യു, യൂട്ടോപ്പിയ യു. ഇത്രയും വേർഡ്സ് ആരംഭിച്ചിരിക്കുന്നത് വവൽ ലെറ്റേഴ്സിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് കാരണം? ഇവിടെ യു, ഇ, യു എന്ന് വന്നതിൽ യു ആണ് ഇവിടത്തെ ഉച്ചാരണം. യു എന്ന് തന്നെ ഉച്ചരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ യൂറോപ്യൻ എന്നാണ് ഉപയോഗിക്കുക. എ 1 rupee നോട്ട് എന്നാണ് ഉപയോഗിക്കുക. എ യാർഡ്. ഇങ്ങനെയാണ് ചില സാഹചര്യങ്ങളിൽ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇവിടെ ഉപയോഗിച്ച് കാണുക. യൂറോപ്യൻ, എ യൂറോപ്യൻ. ഇത് മനസ്സിലായല്ലോ. അനദർ വൺ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ എ മിസ്റ്റർ, എ മിസ്സിസ്, എ മിസ് എന്നിങ്ങനെ എ ഉപയോഗിച്ച് കാണുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഉദാഹരണമായി നോക്കൂ, എ മിസ്റ്റർ ഹരി ഹാസ് കം ടു സീ യു. ഇവിടെ മിസ്റ്റർ ഹരി എന്നത് പറയുന്നയാളിന് ഹരി ആരെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവിടെ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് കാണുന്നത്. മനസ്സിലാകുന്നല്ലോ. ചില സന്ദർഭങ്ങളിൽ മിസ്റ്റർ, മിസ്സിസ്, മിസ് എന്നിവയ്ക്ക് മുൻപിൽ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അതിന് കാരണം ആരെ കുറിച്ചാണോ ഇവിടെ പറയുന്നു, ആ വ്യക്തി ആരാണ് എന്ന് പറയുന്നയാളിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് എ മിസ്റ്റർ ഹരി എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച മറ്റ് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഇനിയും ഇത്തരത്തിൽ ധാരാളം പോയിന്റുകൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ വരും ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ഈ ചാനൽ കാണുകയും ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യുകയും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ഈ വീഡിയോയും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന, കാണുന്ന മുഴുവൻ ആളുകൾക്കും, മുഴുവൻ പഠിതാക്കൾക്കും നന്ദി.